സാഹചര്യമായിരുന്നു. വലിയ രീതിയിൽ കുത്തൊഴുക്ക് ഉള്ള ഒരിടമായിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി സുഗമമായിട്ടുണ്ട്. ആളുകൾക്ക് ഇങ്ങോട്ട് കയറി വരാൻ പറ്റുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇന്ന് നമുക്കറിയാം ജനകീയ തെരച്ചിലാണ് പ്രധാനമായിട്ടും നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്ത് വെൽഫെയർ പാർട്ടിയുടെ ടീമും അതുപോലെ തന്നെ ISMന്റെ ടീമുമാണ് പ്രധാനമായിട്ടും ഉള്ളത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ കുറച്ച് അതായത് ചില ഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള യുവാക്കളും ഇവർക്കൊപ്പം ചേരുന്നു എന്നുള്ളതാണ്. ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്ത് നിന്ന് മുൻപ് അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തെരച്ചിൽ നടത്തിയ ഘട്ടത്തിൽ 8 മൃതദേഹങ്ങൾ കണ്ടെത്തിയ ഇടമാണ്. അത് ഞാൻ ഈ നിൽക്കുന്ന ഇടത്തും അതുപോലെ തന്നെ കുറച്ച് മാറിയിട്ടും അങ്ങനെ മൊത്തത്തിൽ 8 മൃതദേഹങ്ങൾ ലഭ്യമായിട്ടുള്ള ഒരു ഇടമാണ് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഇടം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ NDRFും ഉണ്ട്, അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ട്, പോലീസുണ്ട്. അവർക്കൊപ്പമാണ് ഇത്തരത്തിൽ ഈ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടുന്ന് ഏറ്റവും പുതുതായിട്ട് ലഭ്യമാകുന്ന ഒരു വിവരം അല്ലെങ്കിൽ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് അല്പസമയം മുൻപ് ഒരു സംശയാസ്പദമായ രീതിയിൽ മനുഷ്യന്റേതെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു രണ്ട് ചെറിയ ശരീര ഭാഗങ്ങൾ കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പോൾ അത് ഇപ്പോൾ NDRFനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഭാഗത്ത് നിന്ന് കുറച്ച് ക്യാഷ് കിട്ടിയിട്ടുണ്ടായിരുന്നു. 60 രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു പേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഭാഗത്ത് ഒരു കട്ടിൽ, അതുപോലെ തന്നെ ഒരു സ്കൂൾ ബാഗ്, അങ്ങനെ മുഴുവനായിട്ടും ഒരു വീടിന്റെ അവശിഷ്ടങ്ങൾ പൂർണ്ണമായിട്ടും ഇവിടെ വന്ന് അടിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പം ആ മേഖലയിലാണ് ഇപ്പോൾ ഈ വെൽഫെയർ പാർട്ടിയുടെ ടീമും അതുപോലെ തന്നെ ഈ ISMന്റെ ടീമും ഒക്കെ തന്നെ ഇവിടെ തെരച്ചിൽ നടത്തുന്നത്. ഇപ്പം ഇവിടുന്ന് എന്ത് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു? നേരത്തെ നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ അട്ടമലയുടെ ഭാഗം. ഈ പ്രദേശത്ത് മെഷീനറി വസ്തുക്കളൊന്നും എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് ഈ സാഹചര്യം ഇവിടെ എത്തിയ സമയത്ത് കാണാൻ സാധിച്ചത്. കാരണം ഈ ക്രെയിനോ JCBയോ മറ്റു ഉപകരണങ്ങളോ ഒന്നും എത്താത്ത ഒരു ഉൾപ്രദേശം, ഒരു ഡാം സൈറ്റിന്റെ താഴെ വശങ്ങളിലേക്ക് വീട് ഉൾപ്പെടെ നിന്ന കട്ടിലും അതേപോലെ കുട്ടികളുടെ ബാഗ്, അതേപോലെ അതിൽ നിന്ന് കിട്ടിയ പൈസ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ടീം ഈലാഫ് ഊർജിതമായി തന്നെ നമ്മളിവിടെ തെരച്ചിൽ കിട്ടിയ എല്ലാം തോന്നുന്ന ആ 2 ഇത് കൊടുത്തോ? NDRFനെ ഏൽപ്പിച്ചോ? നമ്മള് ഒരു കാൽമുട്ടിന്റെ മോഡലായിട്ട് തോന്നുന്നുണ്ട്. ഏതായാലും മൃഗത്തിന്റെ ആണോ മനുഷ്യന്റെ ആണോ എന്നുള്ളത് നമ്മളത് കൈമാറിയിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് വരുമ്പോൾ അറിയാം. ഒരു കാർട്ടിലേജ് പോലെയാണ് തോന്നുന്നത്, മൃദുവായിട്ടുള്ള അസ്ഥി പോലെയാണ് നമുക്ക് കാഴ്ചയിൽ ദർശിക്കാൻ കഴിയുന്നത്. അത്തരത്തിലാണ്. കാരണം ഈ മനുഷ്യന്റേതെന്നാണോ അതോ മൃഗത്തിന്റേതാണോ എന്നറിയില്ല, എല്ല് പോലെ തോന്നിക്കുന്ന ഒരു സാധനമാണ്. രണ്ടെണ്ണമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇപ്പോൾ എന്തായാലും ഇവിടെ കുറെ നേരം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഒരു പേഴ്സിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കൂടാതെ വിദ്യാർത്ഥികളുടെ ബാഗുണ്ട്, അതുപോലെ തന്നെ സ്കെച്ച് പെന്നുണ്ട്, കൂടാതെ കട്ടിലിന്റെ അവശിഷ്ടങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് ഈ ജനകീയ തെരച്ചിൽ നടത്തുന്നത് കൊണ്ട് തന്നെ കൂടുതൽ മേഖലകളിലേക്ക് ഇതുവരെ ആളുകൾ എത്തിപ്പെടാത്ത അല്ലെങ്കിൽ യന്ത്രങ്ങൾ